ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കണ്ടീഷനിലേക്ക് അതിൻ്റെ ഒരു വിയകാസ്റ്റിക്സ് ഗ്രാഫാണ് നമ്മൾ പറഞ്ഞത്. അതിലേക്ക് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ഡയോഡിനുണ്ടാകുന്ന 3 അവസ്ഥകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫോർവേഡ് റീജിയൻ, റിവേഴ്സ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. ഈ ഒരു 3 പോയിന്റുകളിലായിട്ടാണ് ഡയോഡിൻ്റെ വർക്കിംഗ് നമ്മൾ പ്രധാനമായിട്ടും നടക്കുന്നത്. ഫോർവേഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഫോർവേഡ് ബയാസിങ് രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയാണെന്ന് ഫോർവേഡ് റീജിയൻ എന്ന് പറയുന്നത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് ബയാസിങ്ങിൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന രീതി. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റിവേഴ്സ് ബയാസിങ്ങിൻ്റെ ഭാഗമാണ്. അതിലൂടെ ആ സമയത്ത് റിവേഴ്സ് ബയാസിങ്ങിൽ നടക്കുന്ന ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് രൂപം കൊള്ളുന്ന ആ ഒരു ഭാഗമാണെന്ന് പറയുന്നത് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർവേഡ് റീജിയൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ റീജിയൻ അറ്റ് വിച്ച് ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് ടു ആനോഡ് ഈസ് മോർ പോസിറ്റീവ് ദാറ്റ് അപ്ലൈഡ് ടു ദ കാഥോഡ്. നമ്മൾ ഒരു ഫോർവേഡ് ബയസിൽ അതിന് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫോർവേഡ് രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആനോഡിലേക്ക് എന്താവുന്നു, ആനോഡിനേക്കാൾ കൂടിയ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ പൊട്ടൻഷ്യലിനേക്കാളും കൂടിയ രീതിയിൽ എന്താവുന്നു ഡയോഡിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വർക്ക് ചെയ്ത രീതിയാണെന്ത് ഫോർവേഡ് റീജിയൻ എന്ന് പറയുന്നത്. റിവേഴ്സ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് നമ്മൾ ഫോർവേഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഫോർവേഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഹോൾസ് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ്. റിവേഴ്സ് റീജിയൻ എന്ന് പറയുമ്പോഴോ റിവേഴ്സ് ബയസിങ് രീതിയിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആനോഡ് മേഖല എന്താവുന്നു നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് മാറുക. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ റീജിയൻ അറ്റ് വിച്ച് ആനോഡ് പൊട്ടൻഷ്യൽ ഈസ് മോർ നെഗറ്റീവ് ദാൻ കാഥോഡ് പൊട്ടൻഷ്യൽ. അവിടെ എന്താ സംഭവിക്കുന്നത്, ആനോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മാറുന്നു, മോർ നെഗറ്റീവ് ദാൻ കാഥോഡ് പൊട്ടൻഷ്യൽ. കാഥോഡ് പൊട്ടൻഷ്യലിനെക്കാളും കൂടുതൽ നെഗറ്റീവായി മാറുന്ന ആ ഒരു പോയിൻ്റാണ് എന്ത് റിവേഴ്സ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിലൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുമ്പോഴോ, സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് പോയിന്റ് എന്നുള്ള രൂപത്തിലാണ് എന്ത് പറയുന്നത് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദ റിവേഴ്സ് റീജിയൻ വേർ ദ ഡയോഡ് ഇമ്പിഡൻസ് ഈസ് വെരി ഹൈ ആൻഡ് കോസ് വെരി സ്മാൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്നാണ് പറയുന്നത്. പാർട്ട് ഓഫ് ദ റിവേഴ്സ് റീജിയൻ, അതായത് റിവേഴ്സ് റീജിയൻ്റെ ഭാഗമാണ് ദ ഡയോഡ് ഇമ്പിഡൻസ് ഈസ് വെരി ഹൈ. ആ സമയത്ത് ഉണ്ടാകുന്ന ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആൻഡ് കോസസ് വെരി സ്മാൾ ഡ്രിഫ്റ്റ് കറണ്ട്, അതിലൂടെ എന്തുണ്ടാകുന്നു കുറഞ്ഞ രീതിയിലുള്ള ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ പല ഡയോഡുകൾ വെച്ച് നോക്കുമ്പോൾ പല ഡയോഡുകൾക്ക് സിലിക്കൺ ആൻഡ് ജർമ്മേനിയൻ ഡയോഡുകൾക്കാകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു 3 റീജിയൻ്റെയും കാര്യങ്ങൾ. അതുപോലെ തന്നെ വിയകാരസ്റ്റിക്സിൽ ചില ഡയോഡുകൾ നമ്മൾ മേ ബി ഈ ഒരു സെനർ ഡയോഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സെനർ ഡയോഡൊക്കെ ഈ സമയത്ത് ഈ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റിലാണ് എന്ത് ചെയ്യുക വർക്ക് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത്. അതായത് അല്ലാത്ത സമയത്ത് സാധാരണ ഡയോഡ് വരെ വർക്ക് ചെയ്യും, ബ്രേക്ക് ഡൗൺ പോയിന്റിൽ എന്താവുന്നു ഇത് വോൾട്ടേജ് റെഗുലേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ആണ്. ടൈപ്സ് ഓഫ് ഡയോഡുകൾ, പലതരത്തിലുള്ള ഡയോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയോഡുകളും ഓരോ തരത്തിലുള്ള ഡയോഡുകൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു അബ്രിവിയേഷൻ ആയിട്ടുള്ളൊരു ഫോമാണ് നമ്മളിവിടെ നോക്കുന്നത്. വളരെ ചുരുക്കിയിട്ട് അതിൻ്റെ മെത്തേഡിൽ ഓരോ ഡയോഡുകളെ കുറിച്ചിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഡയോഡുകൾ പലതരത്തിൽ പറയുന്നുണ്ട്. അതിൽ പവർ ഡയോഡുകൾ എന്നുള്ള രൂപത്തിൽ പറയുന്ന ഡയോഡുകൾ, പവർ ഡയോഡുകൾ. ഇപ്പോൾ പവർ ഡയോഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പവർ സപ്ലൈ സെക്ഷനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയോഡുകളാണെന്ത് പവർ ഡയോഡുകളെന്ന് പറയുന്നത്. പരിധിവരെ ഇതിനെ ക്രിസ്റ്റൽ ഡയോഡുകൾ അതുപോലെ തന്നെ ഐഡിയൽ ഡയോഡുകൾ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പവർ ഡയോഡുകൾ. ക്രിസ്റ്റൽ ഡയോഡ് അല്ലെങ്കിൽ ഐഡിയൽ ഡയോഡ് നമ്മൾ സാധാരണ നോർമൽ കേസിൽ ഉപയോഗിക്കുന്ന റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡുകളൊക്കെയാണെന്ത് ഈ ഒരു ഡയോഡുകൾ എന്നുള്ള രൂപത്തിൽ വരുന്നത്. ഡയോഡിൻ്റെ മെയിൻ ഫംഗ്ഷനുകൾ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഡയോഡുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് അത് റെക്ടിഫയർ ആയിട്ടും അതുപോലെ തന്നെ സ്വിച്ചുകളായിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു ഡയോഡിൻ്റെ ഒരു ഫോർമേഷൻ പറഞ്ഞല്ലോ. ഡയോഡിൻ്റെ ഫോർമേഷൻ പറഞ്ഞ സമയത്ത് ഇതിൽ ഡയോഡിൻ്റെ ഈ ഒരു ഡയഗ്രം സൂചിപ്പിക്കുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂണി ഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്വഭാവം കണക്കിലെടുത്തിട്ട് എന്ത് ഉപയോഗിക്കാം, റെക്ടിഫയർ ആയിട്ട് ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചുകളായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് മാത്രം സിഗ്നൽ കടത്തിവിടുക അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ആയിട്ട് അതും കൂടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ഡയോഡ് പല ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിൽ പവർ ഡയോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഡയോഡുകളാണെന്ത് ഈ ഒരു പവർ ഡയോഡ്. പവർ ഡയോഡിൻ്റെ സാധാരണ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 2 എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡുകൾ. ഈ ഡയോഡുകളിലൊക്കെ അതിൻ്റെ ഒരു
ഇപ്പോൾ ഇതിൽ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള ഐഡിയൽ ഡയോഡുകളൊക്കെയാണ് കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ ഡയോഡ് സർക്യൂട്ട്, പവർ ഡയോഡ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉയർന്ന ഹൈ പവർ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളിലാണ് ഇത്തരം ഡയോഡുകൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഡയോഡിൻ്റെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആനോഡും കാഥോഡുമായിട്ട്. പവർ ഡയോഡുകൾ സാധാരണ സിമ്പിളുകൾ തന്നെയാണ് എന്ത് ചെയ്യാറുണ്ട്, പവർ ഡയോഡുകൾക്ക് സൂചിപ്പിക്കാറ്. ഇപ്പോൾ റെക്ടിഫയർ സർക്യൂട്ടുകളിൽ അല്ലെങ്കിൽ പവർ സപ്ലൈ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഡയോഡുകളെയാണ് എന്ത് പറയുന്നത്, പവർ ഡയോഡുകൾ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നു. പവർ ഡയോഡുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ് അല്ലെങ്കിൽ ഐഡിയൽ ഡയോഡ് എന്നുള്ള രൂപത്തിലൊക്കെ അറിയപ്പെടുന്നു. ഫോർവേഡ് ബയാസിങ്ങിലാണ് ഇവയുടെ കണ്ടക്ഷൻ നടക്കുക. ഇത്തരം ഡയോഡുകളെല്ലാം ഫോർവേഡ് ബയാസിങ്ങിലാണ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവ് സിഗ്നൽ സപ്ലൈ ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യുകയും അത് ആ സിഗ്നലിനെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് കാഥോഡ് ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, അതിനെ കണ്ടക്ഷൻ നടത്തുകയും ചെയ്യും. എൻ്റെ ഒരു സിമ്പലും അതുപോലെ തന്നെ പിക്ചോറിൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി വയ്ക്കും. പിന്നെ സിഗ്നൽ ഡയോഡുകളുണ്ട്. സിഗ്നൽ സെൻസറുകളായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസികൾ അങ്ങനത്തെ ഫ്രീക്വൻസികളെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഇത്തരം സിഗ്നൽ ഡയോഡുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. സിഗ്നൽ സെൻസർ ഇൻ റഡാർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സിഗ്നൽ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള, സാധാരണ പവർ സപ്ലൈ അല്ലാത്ത ഫ്രീക്വൻസികൾ ഉണ്ടായിരിക്കും. റേഡിയോ ഫ്രീക്വൻസി, ഓഡിയോ ഫ്രീക്വൻസി എന്ന ഫ്രീക്വൻസികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീക്വൻസികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡുകളെയാണ് എന്ത് പറയുന്നത്, സിഗ്നൽ ഡയോഡുകൾ എന്ന് പറയുന്നത്. സിഗ്നൽ ഡയോഡിൻ്റെ പിക്ചോറിയൽ വ്യൂ അതുപോലെ തന്നെ അതിൻ്റെ സിമ്പലും കാണിച്ചിട്ടുണ്ട്. പിക്ചറിൽ വ്യൂ അതുപോലെ തന്നെ സിമ്പലും കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ സെയിം തന്നെയാണ്, സാധാരണ ഡയോഡുകളുടെ സിമ്പൽ തന്നെയാണ് അതിന് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. മറ്റേതിൻ്റെ പിക്ചറിൽ വ്യൂ സിഗ്നൽ ഡയോഡായിട്ട്. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നലുകളെ വേർതിരിച്ചെടുക്കാൻ അങ്ങനെയൊക്കെ ഒരു മോഡുലേഷൻ അതുപോലെ ഡീമോഡുലേഷൻ പ്രോസസ്സുകൾക്കൊക്കെ ഇത്തരം സിഗ്നൽ ഡയോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു. ഇപ്പോൾ റേഡിയോ സർക്യൂട്ടുകളിലൊക്കെ ആണെങ്കിൽ റേഡിയോ സർക്യൂട്ടുകളിൽ വരുന്ന സിഗ്നലുകൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നലുകളെ റിമൂവ് ചെയ്യുന്ന ഡീമോഡുലേഷൻ പ്രോസസ്സ്, അവിടെ റേഡിയോ ഫ്രീക്വൻസികളാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് ഇയർ വർഷങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാനുണ്ട്. നമ്മളിപ്പം എന്ത് മനസ്സിലാക്കി വയ്ക്കുക, ഉയർന്ന ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്ത് ഒഴിവാക്കാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, സിഗ്നൽ ഡയോഡുകളെ പോലെയുള്ള ഡയോഡുകൾ ഉപയോഗിക്കുന്നത്. സാധാരണ പവർ സപ്ലൈയിലല്ല, ഉയർന്ന ഫ്രീക്വൻസിയുള്ള റേഡിയോ ഫ്രീക്വൻസി പോലെയുള്ള സിഗ്നലുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡാണെന്ത്, സിഗ്നൽ ഡയോഡ് എന്ന് പറയുന്നത്. പിന്നെ സെനർ ഡയോഡുകളുണ്ട്. ഡയോഡിൻ്റെ വേറൊരു ഫോമാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പലും ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ കാണിച്ച സിമ്പലുകളെ പോലെയല്ല, അതിൽ ആ ഒരു സിമ്പൽ മാർക്ക് ചെയ്ത രീതി അതിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ആനോഡും അതുപോലെ തന്നെ കാഥോഡും ഉണ്ട്. അല്ല, കാഥോഡിൻ്റെ ഭാഗത്ത് വരുന്ന വര എങ്ങനെയാണ്, ഒരു സെഡ് എഴുതിയ പോലെയാണ്. സാധാരണ ഡയോഡുകൾ നമ്മൾ സിമ്പിൾ വരയ്ക്കുമ്പോഴുള്ള പോലെയല്ല, ഈ ഒരു ഭാഗത്തെ വര എന്ന് പറയുന്നത് ഒരു സെഡ് എഴുതിയ പോലെ രൂപത്തിൽ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണെന്ത്, സെനർ ഡയോഡിൻ്റെ സിമ്പിൾ. സെനർ ഡയോഡിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ച് പിക്ചറിൽ വ്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഡയഗ്രത്തിൽ ആ ബ്ലാക്ക് മാർക്കിങ് ചെയ്യുന്ന ഭാഗമാണെന്ത്, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു 2 ആപ്ലിക്കേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. വോൾട്ടേജ് റെഗുലേറ്റർ, പവർ സപ്ലൈ സർക്യൂട്ടുകളിൽ വോൾട്ടേജ് റെഗുലേറ്ററുകളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്.